അപ്പോൾ ഉർവശി എനിക്ക് സ്റ്റേജിൽ പറഞ്ഞതും എനിക്ക് വളരെ അഭിമാനമായിട്ട് തോന്നിയ കാര്യമാണ്. കൂടെ അഭിനയിച്ചതിൽ എനിക്ക് ജയറാം ഭയങ്കര കംഫർട്ടാണ്. കാരണം ഉർവശി പറഞ്ഞത് കറക്റ്റാണ്. റിഹേഴ്സൽ ഒന്ന് ചെയ്യും, അതിഗംഭീരമായിട്ട് ചെയ്യും. ടേക്ക് സമയത്ത് അത് മറന്നുകൊണ്ട് വേറെ ചെയ്യും. ഞാൻ കട്ട് പൊടിയെ വിളിക്കുകയാണ്. പൊടി ആ റിഹേഴ്സൽ ചെയ്ത് അത്ര അതല്ലേ ഞാൻ ചെയ്തത്, അതല്ല സാർ ഒന്നുകൂടി എടുക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ പലപ്പോഴും എടുപ്പിക്കാൻ ആ പഴനിയിൽ ഞാൻ എങ്ങനെ എനിക്ക് നാട്ടിലൊരു മുറപ്പെണ്ണുണ്ട്, മഴവിൽ സിത്താര നാട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഉർവശിക്ക്. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ പറയും, എനിക്ക് അച്ഛൻ ജോത്സ്യം നോക്കിയിട്ട് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാനൊരു മലയാളിയെ കല്യാണം കഴിക്കുള്ളൂ, തെറ്റായിട്ട് വിചാരിക്കരുത്. அப்படியா தப்பா எடுத்துக்க மாட்டேன்னா நான் ஒன்று சொல்கிறேன், ഞങ്ങൾ മലയാളികളാ എന്ന് പറഞ്ഞിട്ട് ഓർക്കല്ലേ. അടപ്പാവി ഇത് തലയിലായോ. അത് തന്നെ ഞാൻ 5 പ്രാവശ്യം കണ്ടിടിപ്പിച്ചിട്ടുണ്ട്. ആ റിഹേഴ്സലിൽ വേറെ ചെയ്തു. ആണോ ശരി തോന്നുന്നു. അത് എന്താ പറയുക, അത് ചില ആളുകളോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറഞ്ഞാൽ അവർ അത് മനസ്സിലാക്കുന്നു. അതാണ് ഒരു റിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെ, ഈ ഇപ്പം അതെ ഷറഫിൻ്റെ രീതിയിൽ നോക്കുമ്പോഴും ഷറഫും ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഷറഫിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഷറഫ് ഈ പറയുന്നത് കിട്ടാൻ വേണ്ടി ഷറഫ് സമയം എടുത്താലും അത് വേണമെന്ന് നിർബന്ധിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളാണ്. ഷറഫിന് അത് കിട്ടണം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ വെറുതെ പറയുമ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് ഷറഫ് ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ ടേക്കിന് വന്നതിന് പക്ഷേ ഷറഫിന് അത് വേണം, നിർബന്ധമാണ്. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളാണ് ഷറഫിനെ ഞാൻ കണ്ടിരിക്കുന്നത്. അതാണ് ഒരു കലാകാരന് വേണ്ട ഷറഫ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് നമ്മൾ ഉർവശിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ അത് ഈസി എന്നോ നല്ലതെന്നോ ഒന്നും കമ്പാരിസൺ അല്ല പറയുന്നത്. ഇപ്പം നമുക്ക് ഫിലിമില്ല, ഒരുപാട് ടേക്കുകൾ എടുക്കാം, ആ ടെൻഷൻ വേണ്ട. മറ്റേത് ഒരു റോള് ഇത് ചെയ്തിട്ട് ഈസ്റ്റ്മാൻ ആണെങ്കിൽ അതിൻ്റെ വില ആദ്യമേ പറയും ചുറ്റുമ്പോൾ തന്നെ. അവസാനം ഒരു 70 അടിയുണ്ട്. ഈ ഫിലിം തിന്നുമോ, ഇപ്പം വില എന്താണെന്ന് അറിയാമല്ലോ ഒരു റോളിൻ്റെ വില. ഒന്നുകൂടി ആ ഡയലോഗ് പറഞ്ഞു നോക്ക്, 70 തീരുമെന്ന് നോക്ക്, തെറ്റിക്കുമോ. ഇത് പറയുമ്പോൾ തന്നെ ആദ്യം കയറി കഴിഞ്ഞു നമുക്ക് പകുതി. പിന്നെന്താണെന്ന് വെച്ചാൽ മോണിറ്റർ ഇല്ല, ഒന്നുമില്ല. ആ 2C ക്യാമറയുടെ സൈഡിൽ ഡയറക്ടറാണ് നിൽക്കുന്നത്. ഇവിടെ ഇത്ര അടുത്ത് നിന്നിട്ട് ആ ഡയറക്ടറാണ് മുഖത്ത് നോക്കിയിട്ട് എന്നെ ഇഷ്ടമാണെന്ന്. ഇപ്പം നമ്മൾ ശോഭനയുടെ മുഖത്ത് നോക്കിയാൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഡയറക്ടർ ആ മുഖത്ത് നോക്കി നമ്മൾ പറയേണ്ടത്. അത് പറയും വേണം. ഈ ഫിലിമിൻ്റെ ടെൻഷനുണ്ട്, ഭഗവാനെ ഇത്. അതെ, ആ ടെൻഷനൊന്നുമില്ല, അതില്ല. അതൊരു വലിയ ടെൻഷൻ തന്നെയായിരുന്നു കുറേ കാലത്ത്. അങ്ങനെ ഒരു പേടിയേ വേണ്ട. അതാണ് ഇത് കണക്ക്. അതെ, എന്തായാലും ഒരുപാട് സന്തോഷമല്ലേ. നമ്മളും കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഓസ്ലർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇതിന് വേണ്ടിയിരിക്കുന്നത്. 6-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുന്നു. നമ്മുടെ പടത്തിലിരുന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് അതിഥി താരം. അതെ നമ്മള് ജയറാമേട്ടൻ്റെ ഒറ്റ കോളാ. ഒരേ സമയത്ത് 4 ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്. തമിഴിൽ 6-ാം തീയതിയാണ്, തെലുങ്കിൽ 6-ാം തീയതിയാണ്, കന്നഡത്തിൽ 6-ാം തീയതിയാണ്. നന്നാവും എന്നുള്ളൊരു. അല്ല, 26 ഇപ്പം ജയറാമേട്ടൻ തമിഴിൽ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ഷറഫാണി മലയാളത്തിൽ 5-6 സിനിമകൾ ഒരുങ്ങിയിരിക്കുന്നു. ഭാഗ്യവാനാണ് നിങ്ങളെല്ലാം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നതിന് തെളിവാണ് വീണ്ടും സിനിമകൾ കിട്ടുന്നത്. അതാണ് ഞങ്ങൾക്കും ഇഷ്ടം. ഞാൻ നേരത്തെ ഷറഫിൻ്റെ ആ കാര്യം പറഞ്ഞ ഒന്നും കൂടെ മുഴുവൻ ഷറഫ് അങ്ങനെയാണ് കേട്ടോ. ജയറാമേട്ട സിനിമയ്ക്ക് വേണ്ടത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ്, അത് കിട്ടുന്നതുകൊണ്ടാണ് ഷറഫ് ഇപ്പോഴും നിൽക്കുന്നത്. ഷറഫിനെ ഇഷ്ടപ്പെടുന്നതാണ്. താങ്ക് യു. ഷറഫിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പ്രൊമോഷൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സിനിമയ്ക്കെങ്കിൽ ഷറഫ് ഏതൊക്കെ ടൈപ്പ് പ്രൊമോഷനായിരുന്നു ചെയ്തത്. സിനിമയോടുള്ള താല്പര്യം സത്യം. അത് എൻ്റെ അന്നം സിനിമയാണ് എന്ന് കാണുന്ന ഒരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ആ കാര്യത്തിൽ നിങ്ങളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ജയറാമേട്ട. ഇനിയും മലയാള സിനിമകൾ ഒത്തിരി കിട്ടണം ഞങ്ങൾക്ക്. താങ്ക് യു. അങ്ങനെ വരട്ടെ. ഈ ഇൻ്റർവ്യൂവിന് ശേഷം പുതിയ ബുക്കിംഗുകാർ വരട്ടെ പുതിയ ബുക്കിംഗുകാർ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 6-ാം തീയതി തിയേറ്ററുകളിൽ പോയി നിങ്ങൾ കുടുംബസമേതം സിനിമ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഈ സിനിമ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന വലിയൊരു ബാനറാണ്. ഗോപാലൻ ചേട്ടനെ പോലുള്ള വലിയ ബാനർ എത്തിക്കുന്നു. പാട്ടുകൾ എത്രയാണ് ജയറാമേട്ട അതിനകത്ത്? അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പാട്ടുകൾ ഒരു 2-3 പാട്ടുകൾ കൂട്ടിക്കൊള്ളൂ. അല്ല, വേറെ ഡയറക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചാൽ അറിയുമെങ്കിൽ പറയണോ? തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും
പ്രജീത്താണ് ഇതിൻ്റെ ഡയറക്ടർ. ജൂഡാണ് ഇതിൻ്റെ ഒരു തുടക്കം കൊണ്ടുവരുന്നതെങ്കിൽ പോലും ജൂഡ് അന്ന് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എന്നേക്കാൾ വിശ്വാസമുള്ള ഒരു ഡയറക്ടറെ എനിക്ക് പ്രജീത്ത്. വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് പ്രജീത്ത് ഒരു കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്നൊരു ഒരു കലാകാരനാണ് പ്രജീത്ത്. കാരണം വളരെ സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സൈലൻസിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഇമോഷൻസ്, കറക്റ്റായിട്ടുള്ള തമാശകൾ, കറക്റ്റ് അറിയാം. അതിനുവേണ്ടി ഒരുപാട് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളൊരു അത് ഭയങ്കരമാണ് പ്രജിത്തിൻ്റെ ആ ഒരു വർക്കിംഗ് പാറ്റേൺ. പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു റൈറ്ററെ കൂടെ കിട്ടി, അരവിന്ദ് എന്ന് പറയുന്ന പുതിയ പയ്യനാണ്. അപ്പോൾ ഞാൻ അരവിന്ദിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടത്, ഇപ്പോൾ നമുക്കൊരു കാര്യം കൺവേ ചെയ്യാൻ ഒരു 3 പേജ് വേണമെന്നുണ്ടെങ്കിൽ അതില്ലാതെ ഒരു പേജിൽ തന്നെ കറക്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ആ കണ്ടന്റിൽ കാര്യം പറയാൻ പറ്റുന്ന ഒരു പുതിയ റൈറ്ററാണ്. പിന്നെ സനലിൻ്റെ മ്യൂസിക് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത്തരം സിനിമകളുടെ ഒരാത്മാവെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. അത് നന്നായിട്ടുണ്ട്. ഷെഫീഖിൻ്റെ എഡിറ്റിംഗ് ആയാലും സ്വരൂപിൻ്റെ ക്യാമറയാണെങ്കിലും ബാക്കി ഒരുപാട് നല്ല ടെക്നീഷ്യൻ എല്ലാം ഇതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ ഒള്ളി ടു കൃഷ്ണമൂർത്തിയാണ് ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്ത് ഈ സിനിമ ക്ലീനായിട്ട് ഗോപാലേട്ടനിൽ എത്തിച്ചത്. പിന്നെ നമുക്കൊരു അതിശയം തോന്നിപ്പിക്കുന്നൊരു വ്യക്തിത്വമാണ് ഗോപാലേട്ടൻ. കാരണം ഇപ്പോഴും ഞാൻ അടുത്ത് ഗോപാലേട്ടനോടൊപ്പം കൊച്ചി ടു മദ്രാസ് പോകുമ്പോൾ തൊട്ടടുത്ത സീറ്റിലാണ് ഗോപാലേട്ടൻ ഇരിക്കുന്നത്. ഫ്ലൈറ്റ് പൊങ്ങി ആ 1 മണിക്കൂറിനുള്ളിൽ നേരെ സഞ്ചിക്കാതെ എടുക്കുന്നു, സ്ക്രിപ്റ്റാണ് വായിക്കുന്നത്. ഇപ്പം ഗോപാലേട്ടൻ ചോദിച്ചു, എല്ലാ സ്ക്രിപ്റ്റും ഗോപാലേട്ടൻ പൂർണ്ണമായിട്ട് വായിക്കും. ആ ഫ്ലൈറ്റിലിരുന്ന് ഫുള്ളായിട്ട് അത് മുഴുവൻ ഇരുന്ന് വായിക്കുന്നുണ്ട്. അത് വേറെ ഏതോ സിനിമയുടെയാണ്, ആൾക്കാർ കൊടുത്തിട്ടില്ല. ആ ഗോപാലേട്ടൻ വായിച്ച് തന്നെ തീരുമാനമെടുക്കും. ഇത് ഗോപാലേട്ടൻ വായിച്ചിട്ട് രാത്രി ഒരു 11:30 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. കൃഷ്ണമൂർത്തി പറഞ്ഞു 1 മിനിറ്റ് കൊടുക്കുക, ഒന്നും നോക്കണ്ട, ഇത് ഗോകുലം ചെയ്യുന്നു കേട്ടോ, ഞാൻ മുഴുവൻ വായിച്ചു എന്ന് പറഞ്ഞു. സന്തോഷം. അത്ര ഒരു നല്ല അതെ, ഈ സന്തോഷം നമ്മളുടെ എല്ലാം ആശകളാണ്, ആയിരക്കണക്കിന് ആശകൾ. അത് 6-ാം തീയതി ഭംഗിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആശകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തട്ടെ, സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഷെറഫെ, ഒത്തിരി സന്തോഷം. തിരക്കിൻ്റെ ഇടയിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ജയറാമേട്ടനാണ് ഒരു കല്യാണ വീട്ടിലേക്ക് പോകാനുള്ള തിരക്ക്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ വണ്ടി കയറി പോയെന്നെ, പെരുമ്പാവൂരിലുള്ള നെയ്ച്ചോറും കഴിക്കാതെ വെജിറ്റേറിയനും എന്താണെങ്കിലും പെരുമ്പാവൂരുകാരുടെ ഫുഡ് കഴിക്കാതെ പോകാൻ പറ്റില്ല. മട്ടൻ ബിരിയാണി, നെയ്ച്ചോറും കല്യാണത്തിന്റെ തലേന്നുള്ള ഫുഡ് വേറെ ഭയങ്കര അടിപൊളി ഫുഡാണ്. എല്ലാം കൊണ്ട് സകലകലാ വല്ലഭനാണ്. ചെണ്ടയിലതെ, ആനപ്രേമിയതെ, ഏറ്റവും നല്ല കർഷകനുള്ള മിമിക്രി, ഏറ്റവും നല്ല കർഷകനുള്ള 2 സ്റ്റേറ്റ് അവാർഡ്, എല്ലാം കൊണ്ട് ഏതിനും അവാർഡുണ്ട്. ഇങ്ങനെ ഒരു കർഷകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എല്ലാവർക്കും അറിയില്ല. ഒരു സെറ്റ് പാപ പോയി ഒത്തിരി സന്തോഷം. ഇരിക്കാം. സിനിമ കാണാൻ മറക്കരുത്. 6-ാം തീയതി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.